നമസ്കാരം. ഇന്നത്തെ കാഴ്ചയിൽ പ്രേക്ഷകരോട് ഞാൻ പങ്കുവയ്ക്കുന്നത് ഒരു ദുഃഖകരമായ വാർത്തയാണ്. ഈ മാസം 19-ാം തീയതി, അതായത് 2025 സെപ്റ്റംബർ 19-ന് ഇന്ത്യയിലെ പ്രശസ്തനായ ഒരു ഗായകൻ സിംഗപ്പൂരിൽ വെച്ച് മരണമടയുണ്ടായി. ഈസ്റ്റ് വെസ്റ്റ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം സിംഗപ്പൂരിലെത്തിയത്. സെപ്റ്റംബർ 19 മുതൽ 21 വരെയായിരുന്നു ഈ ഫെസ്റ്റിവൽ നടക്കുന്നത്. ഇദ്ദേഹം 19-ാം തീയതി ഒരു സ്കൂബ ഡൈവിംഗ് നടത്തുകയും അതിൽ ഉണ്ടായ അപകടമാണ് മരണത്തിന് കാരണമായത്. ആ ഇന്ത്യയിലെ പ്രശസ്തനായ ഗായകനാണ് സുബിൻ ഗാർഗ് എന്ന് പറയുന്നത്. 9,000-ഓളം ഗാനങ്ങൾ വിവിധ ഭാഷകളിൽ പാടിയിട്ടുള്ള സുബിൻ ഗാർഗ് സംഗീത പ്രേമികളുടെ വളരെ പ്രശസ്തനാക്കിയത് 2006 ഇറങ്ങിയ ഗാങ്സ്റ്റർ എന്ന ഹിന്ദി സിനിമയിലെ യാ അലി എന്ന് തുടങ്ങുന്ന ഗാനമായിരുന്നു. പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഈ പാട്ട് കേൾക്കുമ്പോൾ അറിയാം, വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഗാനമാണ് യാ അലി എന്ന് തുടങ്ങുന്ന ഗാനം. സംഗീത ലോകത്തിന് തീരാ നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിന്റെ വേർപാട്. ഇദ്ദേഹം 1972 മേഘാലയയിലാണ് ജനിക്കുന്നത്. ഒരു ആസാമി കുടുംബത്തിൽപ്പെട്ടതാണ്. അച്ഛനും അമ്മയും ആസാം വംശജരാണ്. എന്നാൽ ഇദ്ദേഹം ജനിക്കുന്നത് മേഘാലയയിൽ വെച്ചാണ്. ഒരു സംഗീത കുടുംബം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ. അച്ഛൻ മജിസ്ട്രേറ്റ് ആണ്. എന്നാലും പ്രസിദ്ധനായ അപരനാമത്തിൽ പ്രസിദ്ധമായിട്ടുള്ള കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട്. അമ്മ ഗായികയുമാണ്. സഹോദരിയും ഗായികയായിരുന്നു. ഇദ്ദേഹം അമ്മയിൽ നിന്ന് തന്നെ സംഗീതം അഭ്യസിക്കുകയും തുടർന്ന് മറ്റു വിദ്യാഭ്യാസ മേഖലയിൽ സംഗീതം തുടർന്ന് പഠിക്കുകയും ചെയ്തു. അദ്ദേഹം ഇറക്കിയ ആദ്യത്തെ ആൽബമായിരുന്നു അനാമിക. അനാമിക എന്നറിയപ്പെടുന്ന ആൽബം ഇറക്കിയപ്പോൾ സംഗീത ലോകം, സംഗീത പ്രേമികൾ ഇരുകൈയും നീട്ടി അതിനെ സ്വീകരിക്കുകയാണ് ചെയ്തത്. അതോടുകൂടി അദ്ദേഹം തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. അദ്ദേഹത്തിന് വച്ചടി എന്നാണ് സംഗീത ലോകത്ത് ഉയർച്ച മാത്രം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും പെട്ടെന്നുണ്ടായ ഈ വിയോഗം സംഗീത ലോകത്തെ ആകപ്പാടെ ഉലച്ചു മറിക്കുകയാണ് ചെയ്യേണ്ടത്. 2006 അദ്ദേഹത്തിന് ഗ്ലോബൽ ഇന്ത്യൻ ഫിലിം പുരസ്കാരം ലഭിക്കുകയുണ്ടായി. ഗാങ്സ്റ്ററിലെ യാ അലി എന്നറിയപ്പെടുന്ന ഗാനമാണ് അദ്ദേഹത്തിന്റെ കരിയറിലെ മികച്ച ഗാനം. മറ്റ് ആൽബങ്ങളും എല്ലാം വളരെ പ്രസിദ്ധമാണ്, വളരെ ഫേമസ് ആയ പാട്ടുകളാണ്. ഇത് ജനഹൃദയങ്ങളിൽ എപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു ഗാനമായിരുന്നു. ഇത് സെയ്ദ് ഹാദ്രിയുടെ വരികൾക്ക് ഈണം പകർന്നത് പ്രീതം ചക്രവർത്തിയാണ്. ഇവരുടെ മൂന്നുടെയും കോമ്പിനേഷൻ ആയിരുന്നു ഈ മനോഹരമായ ഗാനം. എന്നാൽ ഇന്ന് നമുക്ക് ഈ സംഗീത മഹാൻ നമ്മളിൽ നിന്ന് വേർപെട്ടു പോയിരിക്കുകയാണ്. അത് സംഗീത ലോകത്തിന് ഏറ്റവും വലിയ ദുഃഖം തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.